ഹായ് ഗൈസ്, നമുക്കൊരു ലൈവ് പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആമസോണിൽ നിന്ന് അക്വാസോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറിന് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ലോക്കൽ സ്റ്റോറിൽ നിന്നായിരുന്നു അക്വാസോയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അതിനേക്കാളും കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഏതോ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. വീഡിയോ എടുക്കുന്നു, മൂവി കാണുന്നു, അങ്ങനെ ഞാൻ രണ്ട് പ്രോസസ്സും കൂടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ അക്വാസോയിലിന് കുറച്ചും കൂടി ഒരു കളറും കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മേ ബി അറിയില്ല. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ അക്വേറിയം നമ്മൾ OLXൽ നിന്ന് മേടിച്ചായിരുന്നു. ഒരു പഴയ അക്വേറിയമാണ്, പക്ഷെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ആ അക്വേറിയം സെറ്റ് ചെയ്ത് ഒരു ലൈവ് പ്ലാന്റഡ് അക്വേറിയം ആക്കണം എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ചരൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുന്നുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചരൽ ആക്ച്വലി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയത് ചരലല്ല, ഇതിന് വേറെന്തോ പേര് പറയും. എനിക്ക് ആ പേര് ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാനിപ്പോൾ ചരലെന്ന് പറയുന്നു. എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുനിന്ന് 2-3 കല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ കല്ലിൻ്റെ മുകളിൽ നമ്മൾ പായൽ വളർത്താം, മോസസ് വളർത്താം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നമ്മൾ ഈ കല്ലെടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി നമ്മളിങ്ങനെ തറപ്പിച്ച് നോക്കി. ഇവരെന്താ ഈ കല്ലൊക്കെ പെറുക്കിക്കൊണ്ടത്, നമ്മളെന്ത് രാത്രിയാണ് ഈ കല്ലൊക്കെ പോയി എടുത്തിട്ട് വന്നത്, ഇവരെന്ത് ഈ കാണിക്കുന്നതെന്ന് അയാളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളിതിലേക്ക് അക്വാസോയിൽ ഇങ്ങനെ ഇട്ട് വെതറി കൊടുക്കുകയാണ്. ആ അക്വാസോയിലും ഒരു മല പോലെ ആക്കും എന്നാണ് ചെറും പറയുന്നത്. അക്വാസോയിൽ ആ മലയുടെ ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അക്വാസോയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ മുകളിൽ വിത്ത് വിതറണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനാണെങ്കിൽ വിചാരിച്ചു ഇതിൽ കുറച്ചും കൂടെ വൈറ്റ് സാൻഡും കൂടി ഇട്ട് കുറച്ച് കളർഫുൾ ആക്കാമെന്ന്. അപ്പോൾ ഈ വൈറ്റ് സാൻഡിൻ്റെ മുകളിൽ ചെടി വളർത്താൻ പറ്റില്ല എന്ന് ചെറും പറഞ്ഞുകൊണ്ട് എൻ്റെ ഐഡിയ ഞങ്ങളങ്ങ് വേണ്ടാന്ന് വെച്ചു. പക്ഷേ വൈറ്റ് സാൻഡ് വെച്ച് നമുക്ക് വേറൊരു അക്വേറിയം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് ഭയങ്കര സൂക്ഷ്മതയോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുമോ, എന്തൊരു സൂക്ഷ്മത, എന്തൊരു സന്തോഷം, എന്തൊക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നനച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് വിത്ത് വിതറാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ മുഖത്തെ സന്തോഷം കണ്ടോ? ഞാൻ പറയും നിങ്ങൾക്ക് എന്തൊരു സന്തോഷം, എൻ്റെ അടുത്ത് വരുമ്പോൾ ഇത്ര സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഓഹോ ഇങ്ങനെ നീ ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടാറില്ലേ? അപ്പോൾ ഞാൻ ശരിയാണ്, എനിക്ക് കിട്ടാറുണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ആ ചെടിയുടെ വിത്താണിത്. ഇത് ആമസോണിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വേണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം, അല്ലെങ്കിൽ അതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ വിത്ത് വിതറിയിട്ട് മുകളിലത്തെ ഒരു വ്യൂ ആണിത്. ഇനി നമുക്കിതൊരു പ്ലാന്റഡ് അക്വേറിയം ആയി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം.